ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ PS പ്രശാന്തിനെ കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, കസ്റ്റഡി കാലാവധി ഒരു ദിവസമാണ്. എന്തൊക്കെ തെളിവുകൾ അദ്ദേഹത്തിൽ നിന്ന് ശേഖരിക്കണം എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ ബോധിപ്പിച്ചത്. ഇപ്പോൾ SITയുടെ കയ്യിലേക്ക് ഇപ്പോൾ ഈ രണ്ട് ആൾക്കാരെയും PS പ്രശാന്തിനെ അതുപോലെ തന്നെ അജികുമാറിനെയും കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഇന്ന് വൈകുന്നേരമുള്ളിൽ കോടതി തീരുന്നതിന് മുമ്പ് തന്നെ ഇരുവരെയും തിരിച്ച് കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതാണ് ഉത്തരവ്. അതായത് ഒരു ദിവസം മാത്രമാണ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ടാകുക. പ്രധാനമായും 2019 സ്വർണ്ണക്കൊള്ളയെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ചോദ്യാവലി അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് ഉണ്ടാവുക. SIT സംഘത്തലവരടക്കമുള്ള ആൾക്കാർ, SPS അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ കൊല്ലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൊല്ലം പോലീസ് ക്ലബിൽ വെച്ച് ഇവരെ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ ഇരുവരെയും തിരിച്ച് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. PS പ്രശാന്തിനെയും അജികുമാറിനെയും, മുൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെയും അജികുമാറിനെയുമാണ് കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിരിക്കുന്നത്. അത് സാധാരണ നടപടിക്രമം എന്ന നിലയിൽ തന്നെയാണ്. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. വൈകിട്ട് തന്നെ തിരിച്ച് ഹാജരാക്കണം എന്നാണ് കണ്ണൻ നായർ നൽകുന്നത്. കണ്ണൻ, ഈ കസ്റ്റഡിയിൽ വാങ്ങിയപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കാനുണ്ട് എന്ന കാര്യം കോടതിയിൽ സ്വാഭാവികം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ടാകുമല്ലോ. അന്വേഷണം ഏത് ഘട്ടം വരെ എത്തി എന്ന പുരോഗതി കോടതി അറിയിച്ചിട്ടുണ്ടോ പുതുതായി? ഈ കേസിലെ 17-ാം പ്രതിയാണ് PS പ്രശാന്ത്, 12-ാം പ്രതിയാണ് അജികുമാർ. ഇരുവരും നേരത്തെ ഉണ്ടായിരുന്ന 2019 സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇവർക്ക് ധാരണയുണ്ടായിരുന്നു. ആ സ്വർണ്ണക്കൊള്ള മറച്ചു വെച്ചുകൊണ്ട് 2025 ചിങ്ങമാസ പൂജകൾക്ക് ശേഷം ആ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷനിലേക്ക് അയക്കുന്നു. ഉദ്യോഗസ്ഥരുടെ എതിർപ്പുണ്ടായിട്ടും ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ മാറ്റി എഴുതിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത്. അതായത് ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന പ്രവൃത്തികളെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ്. മുരാരി ബാബു 2019 ഈ കേസിൽ ഈ സംഭവത്തിലുണ്ടായ ആളാണ്. ആ വ്യക്തി ആ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായി, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുകയാണ്. അയാളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ രണ്ട് ആൾക്കാരെയും, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാർ, ഇവരുടെയും വൈദ്യപരിശോധന ഇപ്പോൾ കൊല്ലം ജില്ലാ ജനറൽ ആശുപത്രിയിൽ നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ചോദ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് PS പ്രശാന്തിനെതിരെ SIT ആരോപിക്കുന്നത്. ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ തുടർച്ചയായി അന്വേഷണത്തിന്റെ ഭാഗമായി PS പ്രശാന്തിനെയും മുൻ ദേവസ്വം ബോർഡ് അംഗമായ അജികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. SIT സംഘം. കണ്ണൻ നായരാണ് വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകിയത്.